ശബരിമല അയ്യപ്പസ്വാമിയെ അധിക്ഷേപിച്ച സണ്ണി കപ്പിക്കാട് പ്രസ്താവന പിൻവലിച്ച് ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് യോഗക്ഷേമ സഭ. പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ നിയമ നടപടിയിലേക്ക് നീങ്ങും. ശബരിമലയെന്ന പുണ്യസ്ഥലത്തെത്തുന്ന കോടിക്കണക്കിന് ഭക്തരെ അവഹേളിക്കുന്ന പ്രസ്താവന ഞെട്ടിക്കുന്നതാണെന്നും യോഗക്ഷേമ സഭ വ്യക്തമാക്കി. വിവരങ്ങൾ നൽകാൻ ബീന റാണിയുണ്ട്. ബീന, യോഗക്ഷേമ സഭ സൂചിപ്പിച്ചതുപോലെ ആ സന്നിധാനത്തേക്ക് എത്തുന്ന കോടിക്കണക്കിന് ഭക്തരെ കൂടി അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയാണ്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ കഴിയാത്ത ഒരു പ്രസ്താവന, അധിക്ഷേപം, അവഹേളനം അത് നടത്തിയ സണ്ണി കപ്പിക്കാട് കേവലം അദ്ദേഹത്തിനെതിരെ കേസെടുത്താൽ മാത്രം പോരാ, ആ പ്രസ്താവന പിൻവലിക്കാനും മാപ്പ് പറയാനും അദ്ദേഹം തയ്യാറാകണം എന്നുള്ള ആവശ്യം അത് തീർത്തും വേണ്ടപ്പെട്ടതല്ലേ? പറയൂ. ആതിര, തീർച്ചയായും യോഗക്ഷേമ സഭ സണ്ണി കപ്പിക്കാടിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധവുമായാണ് രംഗത്തെത്തിയിട്ടുള്ളത്. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എന്തും വിളിച്ചു പറയാമെന്നത് തെറ്റായ ബോധ്യമാണ്. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാകും എന്ന് യോഗക്ഷേമ സഭ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ശബരിമലയെയും ഒപ്പം തന്നെ അയ്യപ്പസ്വാമിയെയും മാളികപ്പുറത്തമ്മയെയും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയത് ഭക്തജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. കോടിക്കണക്കിന് ഭക്തർ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രമായ ശബരിമലയിൽ കോടിക്കണക്കിന് ഭക്തർ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ സ്ഥലത്തെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയ സണ്ണി കപ്പിക്കാട് ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം, ഇല്ലെങ്കിൽ വലിയ ക്രിമിനൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് യോഗക്ഷേമ സഭ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഇത് ഒരു ക്രിമിനൽ കുറ്റമായി കണക്കാക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രസ്താവന ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എവിടെയും വിളിച്ചു പറയാൻ പറ്റുന്ന ഒന്നല്ല. നേരത്തെയും ഇത്തരത്തിലുള്ള പല അധിക്ഷേപങ്ങളും, അതായത് ഹിന്ദു ദേവത അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇനി അതൊന്നും സാധ്യമല്ല. അതെല്ലാം ചെറുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് യോഗക്ഷേമ സഭ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കേസെടുത്തത് നല്ല കാര്യമാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഇനി ആരും ഇങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കാനും ഇല്ലെങ്കിൽ പ്രസ്താവന നടത്താതിരിക്കാനുമുള്ള നടപടികൾ, അതായത് ശക്തമായ നിയമ നടപടികൾ സർക്കാർ എടുക്കണമെന്നുമാണ് യോഗക്ഷേമ സഭ ആവശ്യപ്പെടുന്നത്. ഭക്തരെ അവഹേളിക്കുന്ന രീതിയിലുള്ള ശാരീരിക ഭാഷയും ഒപ്പം തന്നെ ചലനങ്ങളുമാണ് സണ്ണി കപ്പിക്കാടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുകയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളെ ഒരു രീതിയിലും വെച്ചുപൊറിപ്പിക്കാനാവില്ല. ഇതുപോലെ ഹിന്ദു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി കലാപമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. ഇത് ചെറുക്കാൻ യോഗക്ഷേമ സഭ മുന്നിലുണ്ടാകും. വലിയ പ്രതിരോധമാകും ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാൻ പോകുന്നതെന്നും യോഗക്ഷേമ സഭ വ്യക്തമാണ്. ബീന റാണി, എന്തായാലും ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, അതിൻ്റെ പേരിൽ എന്താഭാസവും വിളിച്ചു പറയുക എന്നുള്ളതല്ല. എന്തായാലും അത് സണ്ണി കപ്പിക്കാടിനെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.